ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് അരി അരയ്ക്കാതെയും കുതിർക്കാതെയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അളവ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ഉഴുന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പൊടിയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടും കേട്ടോ. ഇനി അതിനുശേഷം നല്ലതുപോലെ വെള്ളമൊക്കെ ഊറ്റി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം നല്ലതുപോലെ തോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ തീ കുറച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. നമുക്ക് ഒട്ടും തന്നെ ആ കളറ് മാറാതെ ചെറു തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിക്കാൻ അളവിന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാൻ അതാ ഇവിടെ ഉഴുന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ച് വറുക്കണോണ്ട് തന്നെ ഇത്തിരി താമസിക്കും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ പതുക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉഴുന്ന് നല്ലതുപോലെ ഇതാ ഇവിടെ വറുത്ത് കണ്ടിട്ടുണ്ട്. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കണ്ടോ. ഒട്ടും തന്നെ ആ കളറ് മങ്ങേ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതാ ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പൊടിക്കാൻ ഉപയോഗിക്കുമ്പോൾ ചെറിയ ജാറ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ ഇവിടെ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ തയ്യാറാക്കുന്ന ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ പൊടിച്ചെടുത്ത ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ കലക്കിയെടുക്കണം. കാരണം നമ്മൾ ആ ഒരു കട്ടകളില്ലാതെ നല്ലതുപോലെ കുഴച്ച് ഒരു ദോശ മാവിൻ്റെയൊക്കെ പരുവാവുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് കലക്കുമ്പോൾ തന്നെ ഒട്ടും തന്നെ കട്ടകൾ കെട്ടാതെ നമുക്ക് കലക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ലതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ മാവ് കലക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് കലക്കുന്നതാണ് നല്ലത് കേട്ടോ. തവി കൊണ്ട് കലക്കുന്നേക്കാളും നമ്മൾ കൈകൊണ്ട് ഇതുപോലെ കലക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ കലക്കി ഒരു ദോശ മാവിൻ്റെ പരുവത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ആ പാത്രത്തിലേക്ക് ആക്കിയ ശേഷം നമ്മൾ തലേദിവസം ആട്ടി വയ്ക്കുന്ന മാവ് പിറ്റേന്ന് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 8-9 മണിക്കൂറെങ്കിലും ഈ ഒരു മാവ് പരുവാവാൻ വേണ്ടി വയ്ക്കണം. നമ്മൾ കുതിർത്തിട്ടൊന്നും ചെയ്യുന്നതല്ലല്ലോ ഇത്. കുതിർക്കാതെ പൊടിച്ചെടുക്കുന്ന എല്ലാ അരിപ്പൊടിയാണെങ്കിൽ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഉഴുന്നും വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 8-9 മണിക്കൂറെങ്കിലും മാവ് നല്ലതുപോലെ പരുവാൻ വേണ്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ദിവസം മുഴുവനും വയ്ക്കുക. തലേദിവസം ആട്ടി വെച്ച് പിറ്റേന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മാവ് വെച്ചിട്ട് പിറ്റേന്നാണ് കാപ്പിക്ക് എടുത്തത് കണ്ടോ. നിങ്ങൾക്ക് ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ പതഞ്ഞ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ പരുവായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉഴുന്നൊക്കെ കുതിർത്ത് നമ്മൾ തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ കലക്കിയ ശേഷം ഇത് കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം. കണ്ടോ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദോശയാണ് കേട്ടോ. നമുക്ക് അരി കുതിർക്കണ്ട, അരച്ച് ബുദ്ധിമുട്ടണ്ട, ഇതൊന്നും ചെയ്യണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ കലക്കി വെച്ച് ചുടാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മാവ് എല്ലാം നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ലിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ദോശക്കല്ല് വെച്ച് അതുപോലെ മാവൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ദോശയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദോശയും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ദോശയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തിയും സാമ്പാറും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ ദോശയാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ തന്നെ വലിയ ദോശയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് മാവ് കൂടുതൽ ഒഴിച്ച ശേഷം നല്ലതുപോലെ പരത്തി അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ നല്ലതുപോലെ ഒരു മുരിഞ്ഞ ദോശയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലതുപോലെ പഞ്ഞി പോലത്തെ ദോശയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദോശ ഇതാ ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ദോശ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ.